ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. സ്നേഹ നിധികളായ വിശ്വാസിനികൾ, സർവശക്തൻ സർവനിയന്താവും സർവത്തെയും കാണുകയും കേൾക്കുകയും അറിയുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ട് തഖ്വ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, മണിക്കൂറുകൾ മാത്രമാണ് ഈ പരിശുദ്ധമായ റമദാനിൽ നിന്ന് നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളത്. 1, 2, 3 സുപ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി, ഇസ്ലാമിലെ ഒരു കർമ്മത്തിൻ്റെ സ്വീകാര്യതയെ തീരുമാനിക്കുന്നത് അതിൻ്റെ അന്തിമമായ ഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ അഅ്മാലു ഖവാതീമിഹ. കർമ്മങ്ങൾ അതിന്റെ അന്തിമ സ്വഭാവം അനുസരിച്ചിരിക്കും. അവസാന സമയത്തെ മണിക്കൂറുകൾ മാത്രമുള്ള 1, 2 ദിവസങ്ങൾ മാത്രമുള്ള ആ ഒരു ഘട്ടത്തെ ആഘോഷത്തിലേക്ക് വഴിമാറ്റിക്കൊണ്ട് കർമ്മങ്ങളുടെ മൂല്യത്തെയും പവിത്രതയെയും നഷ്ടപ്പെടുത്തുന്ന ഒരു സ്വഭാവം വിശ്വാസികളിൽ നിന്ന് സംഭവിക്കാൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തകൂനു കല്ലതി നഖലത ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. പകലന്തിയോളം തന്റെ കൈകൾ കൊണ്ട് വളരെ ബലമുള്ള ഒരു കയറിനെ പിരിച്ചെടുത്ത് അത് വൈകുന്നേരമാകുമ്പോൾ ഉടച്ച് കളയുന്നവളെ പോലെ നിങ്ങളായി മാറരുത് എന്ന്. അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വൈകുന്നേരം വരെ കയറ് പിരിക്കുക, വൈകുന്നേരമായ ഉടക്കുക. വൈകുന്നേരം വരെ കല്ലുരുട്ടി മലമുകളിലേക്ക് കയറ്റുക, വൈകുന്നേരമായ താഴേക്ക് തിരിച്ചുരുട്ടി കൈപൊട്ടിച്ചിരിക്കുക. അത് ബുദ്ധിയുള്ളവന്റെ ലക്ഷണമല്ല, അത് ബുദ്ധിക്ക് തകരാറുകൾ സംഭവിച്ചവന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അന്തിമമായ സമയത്തെ എങ്ങനെയായിരുന്നുവോ ഇന്നലെ രാത്രിയെയും ഇന്നലെ പകലിനെയും മിനിഞ്ഞാന്നെയും കഴിഞ്ഞ ദിവസങ്ങളെയും ഒക്കെ കണ്ടിരുന്നത്, ആ ഒരു മൂല്യത്തെ ശവ്വാലിന്റെ മാസപ്പിറവി വരെ കൃത്യമായി നിലനിർത്തുവാനുള്ള ഒരു ശ്രദ്ധ എന്റെയും നിങ്ങളുടെയും ഭാഗത്ത് ഉണ്ടാവണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫഇന്നർ റജുല മിൻകും യഅമലു ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനൽ ജന്നതി ഇല്ലാ ദിറാ. ഒരു മനുഷ്യൻ
അവൻ ഒരുപാട് പരിശ്രമിച്ച് പോയി. പിന്നെ അവൻ അങ്ങനെ അവന്റെ മരണം സംഭവിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ഇനി വരാനിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ സ്വർഗമാണ്. ആ സ്വർഗത്തിന്റെയും അവന്റെയും ഇടയിൽ വളരെ ചെറിയ ഒരു അകലം മാത്രം നിലനിൽക്കുന്ന സമയത്ത് അവന്റെ രേഖ അവനെ മറികടക്കുന്നു. എന്നിട്ട് അവൻ നരകാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഒരു മനുഷ്യൻ നരകക്കാരൻ്റെതായ പ്രവർത്തനങ്ങളുമായി അവൻ മുന്നോട്ട് പോകുന്നു. അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ചെറിയ ഒരു ഗ്യാപ്പ് മാത്രം വരുന്ന സമയം അവന്റെ രേഖ അവനെ മറികടക്കുകയും അവൻ സ്വർഗാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ സ്വർഗത്തിലേക്കുള്ള റബ്ബിന്റെ ഖുർബത്തിലേക്കുള്ള സാമീപ്യത്തിലേക്കുള്ള മഗ്ഫിറത്തിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത കർമ്മങ്ങളെയെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനിയുള്ള ലഭ്യമായ ഏതാനും ചില മണിക്കൂറുകൾ, മിനിറ്റുകൾ മാത്രം അത് തന്നിഷ്ടത്തിലേക്കും അങ്ങാടിയിലേക്കും ഇറങ്ങി താന്തോന്നിയായി ദീനിന്റേതായ നിയമങ്ങളെ മുഴുവൻ മറികടന്നുകൊണ്ട് എല്ലാം തകർത്തെറിയുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഇല്ലാതിരിക്കുവാനുള്ള ശ്രദ്ധയുണ്ടാവേണ്ടതുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിലെ ഏതൊരു കർമ്മവും ആ കർമ്മം അന്തിമത്തിലേക്ക് കിടക്കുന്ന സമയം എവിടെയൊക്കെ ആയത്തുകൾ ഹദീസുകൾ പരാമർശിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇസ്തിഗ്ഫാറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. പ്രതീക്ഷയുണ്ടാവണം റബ്ബിങ്കിൽ നിന്ന്. കഴിഞ്ഞ 27 ദിവസം കഴിഞ്ഞു പോയിട്ടും അത്ര വലിയ പ്രാധാന്യമൊന്നും ദീനിയായ വിഷയങ്ങൾക്കോ ധാർമ്മികതക്കോ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തകൾക്കോ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ, അവർ പോലും ഒരിക്കലും നിരാശരാവേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിന്റെ 53-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട് ഇസ്റാഫ് ചെയ്ത, അതിക്രമം കാണിച്ച, അതിർലംഘനം കാണിച്ച എന്റെ പ്രിയപ്പെട്ട അടിയാറുകളോട് പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാവാൻ പാടുള്ളതല്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് അവന്റെ സ്വർഗീയമായ ലോകമാണ്. അവിടേക്കുള്ള പ്രവേശനത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പാപമുക്തമായ ജീവിതമാണ്. പാപങ്ങൾ എന്തൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ കഴുകിക്കളയാൻ റബ്ബിന്റെ മുൻപിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഇനിയുള്ള മിനിറ്റുകളെ സമ്പൂർണമായി ഉപയോഗപ്പെടുത്തണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ വളരെ ഗൗരവത്തോടു കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുഴുവൻ ഒന്നടങ്കം പാപങ്ങളും അവൻ പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ്. അതുകൊണ്ട് വൈകിയിട്ടില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇനിയും ഇതേ വിഷയത്തിൽ മുന്നേറിയ ആളുകൾ ഒരിക്കലും സമയം പാഴാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. നമസ്കാരത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ സറഫ മിൻ സ്വലാത്തി, ഒരാൾ അയാളുടെ നമസ്കാരത്തിൽ നിന്ന് വിട വാങ്ങിക്കഴിഞ്ഞാൽ എന്താ നമസ്കാരത്തിൽ ചെയ്യുന്നത്? റബ്ബിനോടുള്ള പാപമോചനത്തേട്ടങ്ങളും റഹ്മത്ത് ചോദിക്കലും ഹിദായത്തിനെ ചോദിക്കലുമാണ് റുകൂഇലൂടെ, സുജൂദിലൂടെ, ഖിയാമിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നമസ്കാരത്തിന് സലാം വീട്ടിയാൽ നമസ്കാരം കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നമസ്കാരത്തിന് വിട വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ 3 തവണ ഇസ്തിഗ്ഫാർ നടത്തണം. സലാം വീട്ടിയാൽ ഇസ്തിഗ്ഫാർ നടത്തണം. സലാം വീട്ടുന്നതിന്റെ മുൻപ് ഇസ്തിഗ്ഫാർ നടത്താനല്ല. നിസ്കാരം കഴിഞ്ഞാൽ ഇബാദത്തിന്റെ പരിസമാപ്തി, ഇബാദത്തിന്റെ അന്തിമം എന്ന് പറയുന്നത് അത് ഇസ്തിഗ്ഫാറിന്റെ വർധനവിലൂടെയാണ്. തുടർന്ന് കൊണ്ട് പറയണം, അല്ലാഹുമ്മ അൻത സ്വലാഹു മിൻക സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. ആ സമയത്ത് കേട്ടുനിന്ന ഒരു സഹാബി ചോദിക്കുകയാണ്, കൈഫൽ ഇസ്തിഗ്ഫാർ, എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ പറയേണ്ടത്? അൽഹംദുലില്ലാ എന്ന് പറയണം എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ പറയേണ്ട പല രീതികളുണ്ട്. ഒരു ദുആ തുടങ്ങുന്നതിന് മുൻപ് അൽഹംദുലില്ലാ പറയണം. എങ്ങനെ പറയണം? അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ, അങ്ങനെ പറയണം. അതിന്റെ കൈഫിയത്താണ്, അതിന്റെ രൂപമാണ്. സ്വലാത്ത് ചൊല്ലണം. എങ്ങനെ ചൊല്ലണം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്വലാത്താകും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞ് ഇബ്രാഹിമിയ സ്വലാത്ത് പൂർണ്ണമായി നിർവഹിച്ചാൽ അത് സ്വലാത്താകും.
റസൂലുള്ള നിങ്ങൾ ഇസ്തിഗ്ഫാർ 3 തവണ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്. അങ്ങനെയായിരുന്നു സഹാബത്ത്. ഫിഖഹിയായ നിയമങ്ങളൊക്കെ വിശ്വാസം പഠിപ്പിച്ചാൽ ചോദിക്കൂല, തിരിച്ചു ചോദ്യമല്ല, അങ്ങനെയാണ് വിശ്വസിക്കും. കർമ്മം പഠിപ്പിച്ചാൽ ചോദിക്കും എങ്ങനെ എന്നുള്ളത്, അതിന്റെ രൂപം ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 3 തവണ പറയണം എന്നുള്ളതാണ്. ആ നമസ്കാരം മാത്രമല്ല, ഇസ്ലാമിലെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കുന്ന സൂറത്തുൽ ബഖറയുടെ മധ്യഭാഗത്ത് ഹജ്ജിന്റെ നിയമങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു പറയുന്നു, ജനങ്ങൾ ഒഴുകി വരുന്നിടത്തു നിന്ന് നിങ്ങളും ഒഴുകി വരണം. അതാണ് ജനങ്ങൾ ഒഴുകി വരുന്ന സ്ഥലം, അത് അറഫയാണ്. അറഫയിൽ നിന്ന് ജനങ്ങൾ പോയാൽ ഹജ്ജ് കഴിഞ്ഞു. അറഫയാണ് ഹജ്ജ്, ഹജ്ജിന്റെ പൂർണ്ണത. അതിന്റെ പ്രധാനപ്പെട്ട റുക്ൻ എന്ന് പറയുന്നത് അറഫയാണ്. അവിടെ നിന്ന് നിങ്ങൾ ഒഴുകിക്കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ് എന്നുള്ളതാണ്. രാത്രിയിലുള്ള നമസ്കാരം, ആ നമസ്കാരത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്ത് അല്ലാഹു പറയുന്നു, അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. പറഞ്ഞ ആളുകൾ, എന്തു പറഞ്ഞവർ? ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. ആരാണവർ? അസ്വാബിരീന വസ്സാദിഖീൻ, അവരിൽ അവലംബിച്ച ആളുകളുണ്ട്, സത്യസന്ധന്മാരുണ്ട്. വൽ ഖാനിതീൻ, കീഴൊതുങ്ങുന്ന ആളുകളുണ്ട്. വൽ മുൻഫിഖീൻ, ചെലവഴിച്ച ആളുകളുമുണ്ട്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, സഹൂറിന്റെ അത്താഴത്തിന്റെ സമയത്ത് ദീർഘമായി ഇസ്തിഗ്ഫാർ നടത്തിയ ആളുകൾ. അതേതാ സമയം? ഖിയാമുൽ ലൈൽ പൂർത്തിയായതിനു ശേഷമാണ്. രാത്രി നമസ്കാരം കഴിഞ്ഞ് അവസാനം പുലരിയോടടുക്കുന്ന സമയത്ത്, ആ കർമ്മത്തിന്റെ അന്തിമമായ ഘട്ടത്തിൽ, ആ ഘട്ടത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്. നമസ്കാരം പൂർത്തിയാകാൻ വേണ്ടി പോകുമ്പോൾ, തശഹുദിന് വേണ്ടി അവൻ ഇരിക്കുമ്പോൾ അവൻ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു എന്ന് തുടങ്ങുന്ന ദീർഘമായ പ്രാർത്ഥന. ഒരു സദസ്സിലേക്ക് വന്നാൽ, കല്യാണമാവട്ടെ, വിരുന്നാവട്ടെ, മീറ്റിംഗ് ആവട്ടെ, കച്ചവടമാവട്ടെ, ബിസിനസ് ാവട്ടെ, എന്തായിരുന്നാലും കഴിഞ്ഞാൽ, അത് അവസാനിച്ചാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ചു, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. റബ്ബേ, നിന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു, നിന്നോട് തൗബ ചോദിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും അതിന്റെ പരിസമാപ്തി നന്നാക്കണം. ആ നന്നാക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറിനെയും തൗബയെയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ വളരെ ഗൗരവത്തോടുകൂടി ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. ഇനിയുള്ള ഓരോ മിനിറ്റുകളും അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ ഗ്ഫിർലി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈക് തുടങ്ങിയുള്ള ഇസ്തിഗ്ഫാറിന്റെ കലിമത്തുകൾ നാവിൽ നിന്ന് നിരന്തരമായി വന്നുകൊണ്ടിരിക്കേണ്ട സമയമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്, ഒരു വിശ്വാസി അവൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, താൻ ചെയ്യുന്ന കർമ്മങ്ങൾ വെറുതെ അങ്ങ് ചെയ്തു പോയാൽ പോരാ, അത് റബ്ബ് സ്വീകരിച്ച് അവൻ പ്രതിഫലം നൽകേണ്ടതുണ്ട്. പേടിയുണ്ടാവണം. ചെയ്ത കർമ്മങ്ങൾ 10-27 ദിവസം പട്ടിണി കിടന്നു, റബ്ബ് സ്വീകരിച്ചു. ഒരുപാട് ദിവസം, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ചു, എന്റെ റബ്ബ് എന്നിൽ നിന്നത് സ്വീകരിച്ചുവോ? ഇസ്ലാമിലെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ മാനദണ്ഡങ്ങളുണ്ട്, വിശദീകരിക്കേണ്ട സമയമല്ലത്. പഠിക്കണം. വെറുതെ ആരും കർമ്മം ചെയ്യേണ്ടതില്ല, ആരും കർമ്മം ചെയ്ത് ക്ഷീണിച്ച് കുഴങ്ങേണ്ടതില്ല. അതിന് പഠിപ്പിക്കപ്പെട്ട നിബന്ധനകൾക്കനുസരിച്ച് കൊണ്ടായിരിക്കണം കർമ്മങ്ങൾ. വിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജ്ല അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വല്ലദീന യുഅ്തൂന മാ ആതൗ, ചെലവഴിക്കുന്ന ആളുകൾ, അവർ തങ്ങൾ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് വജ്ലത്തുൻ, അവർക്ക് ഭയപ്പാടുള്ള ആളുകളാണ്, നടുങ്ങുന്ന ആളുകളാണ്. ചെലവഴിക്കുന്ന ആളുകൾക്ക് നടുക്കമുള്ളവരായിക്കൊണ്ട് ചെലവഴിക്കുന്ന ആളുകൾ, വഇലാ റബ്ബിഹിം റാജിഊൻ, അവർ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങി പോകുന്ന ആളുകളാണ്. ഈ ആയത്ത് കേട്ടപ്പോ
ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്. ഇമാം തിർമിദി രേഖപ്പെടുത്തുന്ന ഹദീസിൽ ഇതിന്റെ വിശദീകരണം കാണാൻ സാധിക്കും. സഅൽതു, ഞാൻ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ആയ വല്ലദീന യുഅതൂന വമാ ആതു വഖുലൂബിഹിം വജിലത്തുൻ. ഖാലത്ത് ആയിഷ, ആ സമയത്ത് ആയിഷ അല്ലാഹു ചോദിക്കണം, അഹും അല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ. ചെലവഴിക്കുമ്പോൾ പേടി തോന്നുന്ന ആളുകള് അവര് ഖംർ കുടിക്കുന്ന ആളുകളാണോ, അവര് മോഷ്ടാക്കളാണോ, എന്തിനെയാണ് അവർ പേടിക്കുന്നത് എന്ന് ആ സമയത്ത് റസൂൽ തിരുത്തി കൊടുക്കുകയാണ്. യാ ബിൻത സിദ്ദീഖ്, ഏ സിദ്ദീഖ് എന്റെ പുത്രി, വലാകിന്നഹും അല്ലദീന യസൂമൂൻ വയസല്ലൂൻ. അല്ല, അവര് അവര് നിസ്കരിക്കുന്നവരാണ്, അവര് നോമ്പെടുക്കുന്ന ആളുകളാണ്. അവർ സ്വതക്ക നൽകുന്ന ആളുകളാണ്. വഹും യഖാഫൂന, അവർ ഭയപ്പെടുന്നത്. അലാ യഖ്ബലു മിൻഹും ഉലൈക അല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ തങ്ങളിൽ നിന്ന് റബ്ബ് ഇത് സ്വീകരിക്കുമോ എന്ന് ഭയപ്പെടുന്ന ആളുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. പടച്ചോനെ ഇത് സ്വീകരിക്കൂലേ എന്ന ഒരു ടെൻഷനോട് കൂടി അത് നിർവഹിക്കുന്ന ആളുകൾ. വഹും യുസാരിഊന അൽ ഖൈറാത്ത്, അവർ നന്മകളിലേക്ക് മുന്നേറി വരുന്ന ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിന്റെ വിശദീകരണമായി തന്റെ പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മം സ്വീകരിക്കപ്പെടാനുള്ള ദുആ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന പ്രാർത്ഥന, റബ്ബനാ തഖബ്ബൽ മിന്നീ എന്ന പ്രാർത്ഥന നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ നിർമ്മിക്കാൻ പറഞ്ഞു. അതിന്റെ സ്ഥാനം കാണിച്ചോളൂ, പണ്ടുണ്ടാക്കിയതാ. ആദം നബിക്ക് മുൻപ് 2000 വർഷങ്ങൾക്ക് മുൻപ് അല്ലാഹുവിന്റെ മലായിക്കത്തുകളാണ് അതിന്റെ ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾ, അതിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ആദ്യമായി കഅബ ഉണ്ടാക്കുന്നത്. പിന്നീട് അത് നശിച്ചുപോയി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ പുനർനിർമ്മാണം നടത്തി. പിന്നീട് അത് നശിച്ചുപോയി. ആദം നബിയുടെ മകൻ സാം അതിന്റെ മുകളിൽ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ആ തൂഫാനിൽ അത് തറപറ്റിപ്പോവുകയും കേവലം മൺകൂനമായി മാത്രമായി തീരുകയും ആ മൺകൂനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് കഅബയെ നിർമ്മിക്കാൻ പറയുന്നത്. ആ നിർമ്മാണത്തിന്റെ പ്രവർത്തനം പൂർത്തിയാക്കി അവർ രണ്ടുപേരും, ഇബ്രാഹിമും പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അതേ നോമ്പിന്റെ അന്തിമമായ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഖുർആൻ പാരായണം ചെയ്ത ആൾ ഏതൊരു കർമ്മം നിർവഹിച്ചോ അപ്പോ മനസ്സിനകത്ത് നമസ്കാരം കഴിഞ്ഞ് സലാം വിട്ടി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ മനസ്സിന്റെ ഉള്ളിൽ തേട്ടമുണ്ടാവണം. റബ്ബനാ തഖബ്ബൽ മിന്നി. ആരുടെയെങ്കിലും കയ്യിൽ 50 or 100 രൂപ എടുത്തു കൊടുത്ത് അവനിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നാൽ അപ്പോൾ മനസ്സിനകത്ത് തേട്ടമുണ്ടാകണം. റബ്ബനാ തഖബ്ബൽ മിന്നി. ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ വിശുദ്ധ ഖുർആൻ എടുത്ത് 1, 2, 3 പേജ് പാരായണം ചെയ്ത് അവിടെ നിന്ന് തിരിച്ചെഴുന്നേറ്റ് പോകുമ്പോൾ മനസ്സിനകത്ത് തേട്ടമുണ്ടാവണം, പ്രാർത്ഥനയുണ്ടാവണം. റബ്ബനാ തഖബ്ബൽ മിന്നി. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത സർവമാന കർമ്മങ്ങളെയും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നോമ്പേ തീരുന്നുള്ളൂ, റമദാൻ മാസമേ അവസാനിക്കുന്നുള്ളൂ, നമസ്കാരം കഴിഞ്ഞിട്ടില്ല. റമദാൻ മാസമേ അവസാനിക്കുന്നുള്ളൂ, നോമ്പ് അവസാനിക്കുന്നില്ല. റമദാൻ മാസമേ അവസാനിക്കുന്നുള്ളൂ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം അവസാനിക്കുന്നില്ല. റമദാൻ മാസമേ അവസാനിക്കുന്നുള്ളൂ, അല്ലാഹുവിനോടുള്ള തൗബയുടെ പ്രവർത്തനങ്ങൾ, ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും അത് അവസാനിക്കുവാൻ പാടുള്ളതല്ല. ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത്, കർമ്മങ്ങളിൽ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് നിരന്തരമായി ചെയ്യുന്ന കുറച്ച് കർമ്മ. നിസ്കാരമില്ല, നോമ്പുമില്ല, സക്കാത്തുമില്ല, ഒരു പരിപാടിയില്ല. റമദാൻ മാസം ഇങ്ങോട്ട് അടിച്ചു കയറുക, എന്നിട്ട് റമദാനാണ് കഴിഞ്ഞ അടിച്ചങ്ങോട്ട് ഇറങ്ങിപ്പോകുക. ഇങ്ങനെയുള്ള ഒരു കുംഭസാരത്തിന്റെ മതമൊന്നുമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഖിയാമുൽ ലൈൽ 11 നിർവഹിച്ച ആളുകൾ, അവരോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു, ശവ്വാൽ മാസം 1-ാം തീയതി മുതൽ ഒരു 3 റക്അത്തോ 5 റക്അത്തോ ഇശാ കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി നിരന്തരമായി കുറഞ്ഞ അളവിൽ ജീവിതത്തിൽ നിലനിർത്തുന്ന ഒരവസ്ഥ നമ്മിൽ ഉണ്ടാവണം. റമദാൻ മാസമായി 25,000, 50,000, 1,00,000 ഒക്കെ ചെലവഴിച്ച ആളുകൾ ശവ്വാൽ മാസം 1-ാം തീയതിയും 2-ാം തീയതിയും ഒരു 50 രൂപയോ 100 രൂപയോ ആളുകളുടെ കൈകളിലേക്ക് എടുത്തു കൊടുക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. റമദാൻ മാസത്തിൽ 3, 4, 5 തവണ വിശുദ്ധ ഖുർആനിന്റെ ആവർത്തിച്ച് പാരായണം ചെയ്ത ആളുകൾ ശവ്വാൽ 1-ലും 2-ലും 3-ലും എല്ലാം 1 പേജോ 2 പേജോ 3 പേജോ ജീവിതത്തിൽ നിരന്തരമായി നിലനിർത്തുന്ന
ഒരവസ്ഥ ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതൊരു കർമ്മത്തെ റമദാനിൽ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ആ കർമ്മങ്ങളെല്ലാം അളവ് കുറഞ്ഞ അവസ്ഥയിലെങ്കിലും നിലനിർത്താൻ ശ്രദ്ധിക്കണമെന്ന് എന്റെ സഹോദരങ്ങളോട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിന്റെ അന്തിമമായ ഘട്ടം കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മപ്പെടുത്തി. ഫിത്ർ സക്കാത്തിന്റെ വിഷയം ഏറ്റവും അവസാനമായി നമുക്ക് നിർവഹിക്കുവാനുള്ള റമദാനിന്റെ ഭാഗമായ കർമ്മങ്ങളിൽ പെട്ടതാണ്. ഇന്ന് മഗ്‌രിബിന് മുൻപായി നമ്മുടെ പള്ളിയോടനുബന്ധിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് നിർബന്ധമെന്ന പ്രയോഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നടത്തിയിട്ടുള്ളത്. ഫറള എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസ് തുടങ്ങുന്നത്. ആർക്കാണ് ഫറളായിട്ടുള്ളത്? ശവ്വാലിന്റെ മാസപ്പിറവി ആകാശത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ. മഗ്‌രിബ് ബാങ്ക് 6:38, 39 6:30 മണിക്കൊരു പ്രസവം നടന്നാൽ നേരത്തെ പണമൊക്കെ കൊടുത്ത് ഏൽപ്പിച്ച ആൾക്കാർ മഗ്‌രിബിന് തൊട്ടു മുൻപ് വീട്ടിൽ ഒരു പുതിയ ജനനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൂടി ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ്. 6 മണിക്കോ 6:15 വീട്ടിലൊരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സക്കാത്ത് നൽകേണ്ടതില്ല. ശവ്വാലിന്റെ പിറവിയെ ദർശിക്കുന്ന സമയത്ത് വീടിനകത്ത് പ്രസന്റ് ഉള്ള ആളുകൾക്കാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. അതുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ അഡീഷണൽ മെമ്പർമാർ വീട്ടിനകത്ത് പണം കൊടുത്ത് ഏൽപ്പിച്ചതിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെയും മറ്റന്നാളും ഒക്കെ ഇതിന്റെ വിതരണക്രമങ്ങളുമായി മുന്നോട്ട് ഉള്ളത് കൊണ്ട് ആ സമയത്ത് അവസാന സമയത്ത് ആരും ഓടി വരരുത് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനെ തുടർന്നു കൊണ്ടുള്ള 6 നോമ്പ് അറിയുന്ന ആളുകളാണ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മൻ സാമ റമദാന ഫഅത്ബഅഹു സിത്തൻ മിന ശവ്വാൽ കാന കസിയാമി ദഹരി കുല്ലഹ്. റമദാൻ മാസത്തില് 30 ദിവസം ഒരു മാസം നോമ്പെടുത്തതിനെ തുടർന്നു കൊണ്ട് ശവ്വാലിൽ നിന്ന് 6, ഇവിടെ ഒരു 30ഉം അവിടെ ഒരു 6ഉം 30, 6, 36. ഒരു നോമ്പിന് 10 ഇരട്ടി പ്രതിഫലം, 360. ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാതൊരു കാരണവശാലും 6 നോമ്പ് ശവ്വാലിൽ നിന്നുള്ള കണ്ടിന്യൂസ് ആയി എടുക്കുന്നത് നല്ലതാണ്. എന്നാൽ ശവ്വാലിൽ നിന്ന് 6 നോമ്പ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അത് തുടർച്ചയായി കൊണ്ട് തന്നെ നിർവഹിച്ചു കൊള്ളണം എന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമെല്ലാം നാം നിർവഹിച്ച മുഴുവൻ കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തെ ധന്യമായ ഒരു യഥാർത്ഥ മുഹ്സിൻ, ഒരു യഥാർത്ഥ മുത്തഖി, ഒരു യഥാർത്ഥ മുഅ്മിൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى. الصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ബാക്കിയുള്ളത് ശവ്വാൽ മാസം 1-ാം തീയതി ഈദുൽ ഫിത്ർ ആഘോഷിക്കുവാനുള്ളതാണ്. ആ ആഘോഷം, അതിനുവേണ്ടിയുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ്, പുതുവസ്ത്രങ്ങളെല്ലാം വാങ്ങി ഭക്ഷണ സംവിധാനങ്ങളൊക്കെ ഒരുക്കി അതിനുവേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. വിശ്വാസിക്ക് ആഘോഷിക്കാൻ, സന്തോഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു നൽകിയ ദിവസമാണ് ശവ്വാൽ മാസം 1-ാം തീയതി, ദുൽഹജ്ജ് മാസം 10, 11, 12, 13 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ശവ്വാലിന്റെ മാസപ്പിറവി ദൃശ്യമായ പിറവി കാണാൻ ശ്രദ്ധിക്കണം. കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് കടപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കണം. ദൃശ്യമായാൽ പ്രാർത്ഥിക്കണം. അല്ലാഹു അഹില്ലുഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹ് എന്ന ഹിലാലിനെ ദൃശ്യമായാലുള്ള പ്രാർത്ഥന നിർവഹിക്കാൻ ശ്രദ്ധിക്കും. ദൃശ്യമാകുന്നതോടുകൂടി ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ആഘോഷത്തിന്റെ പ്രഥമഘട്ടവും മധ്യമഘട്ടവും അതിന്റെ അന്തിമഘട്ടം എന്ന് പറയുന്നത് തക്ബീറിന്റെ പ്രഖ്യാപനമാണ്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിന്റെ കിബ്രിയാഇനെ, അവന്റെ മഹത്വത്തെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന്
വളരെ ഉച്ചത്തിൽ മദീനയിലെ തെരുവീതികളെല്ലാം തക്ബീറുകൾ കൊണ്ട് മുഴങ്ങാറുണ്ടായിരുന്നുവെന്ന്. അത് കേവലം പള്ളിയിലേക്ക് മാത്രമായി, ഈദ്ഗാഹിന്റെ സമയത്തേക്ക് മാത്രമായി, ഏതാനും ചില വ്യക്തികളിലേക്ക് മാത്രമായി കൊണ്ട് ചുരുങ്ങുന്ന ഒരവസ്ഥ തക്ബീറിന്റെ വിഷയത്തിൽ ഉണ്ടാവരുത്. പുരുഷന്മാരെ, കുട്ടികളെ, യുവാക്കളെ, സ്ത്രീ സമൂഹമേ, അല്ലാഹുവിന്റെ മഹത്വത്തെ വാനോളം പുകഴ്ത്തുക എന്ന പ്രവർത്തനം നമ്മൾ നിരന്തരമായി നിർവഹിക്കേണ്ടതുണ്ട്. പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട സമയമാണ് അത് പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ സന്ദർഭങ്ങളിൽ എന്ന് പറയുന്നത്. ആ സമയത്ത് അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. സ്ത്രീകൾ ശബ്ദമുയർത്താതെയായിരിക്കണം നിർവഹിക്കേണ്ടത്. നമസ്കാരത്തിൽ അബദ്ധം സംഭവിച്ചാൽ പിറകിൽ നിന്ന് പുരുഷന്മാർക്ക് ശബ്ദമുയർത്തിക്കൊണ്ട് പാരായണത്തെ തിലാവത്തിനെ തിരുത്തി കൊടുക്കാം. സ്ത്രീകൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കാരണം സമൂഹത്തിൽ മാനസികമായ രോഗികളുണ്ട് എന്നുള്ളത് തന്നെയാണ് അത്തരം ഒരു നിബന്ധന അവിടെ കൊണ്ടുവരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. ആ സ്ത്രീകളോടെല്ലാം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളോടും ഈദ്ഗാഹിലേക്ക് നേരത്തെ പുറപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരോടും, വൃദ്ധന്മാരോട്, ഹൈലുകാരികളായ ആർത്തവകാരികളായ സ്ത്രീകളോട് വരെ ഈദ്ഗാഹിലേക്ക് പോകാൻ റസൂലുള്ളാഹിയുടെ പ്രത്യേകമായ നിർദ്ദേശമുണ്ട്. മുസ്ലിം സമൂഹം ഒന്നടങ്കം സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, ഒരു ആഘോഷത്തിന്റെ വേളയിൽ അവിടെ കുറച്ചാളുകൾ മാത്രം മാറിയിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആ ഹൈദുകാർ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ നമസ്കാര സമയത്ത് പിറകിലേക്ക് മാറിയിരിക്കട്ടെ. വസ്ത്രമില്ലാത്ത ആളുകൾ, ജിൽബാബുകളില്ലാത്തവർ, ഉള്ള ആളുകൾ കടം കൊടുത്തുകൊണ്ടെങ്കിലും അവർ ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടുകൊള്ളട്ടെ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയോടനുബന്ധിച്ചുള്ള ഈദ്ഗാഹ് സംവിധാനം ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തുള്ള, എല്ലാവർക്കും പരിചയമുള്ള പ്രദേശം തൊട്ടടുത്ത് ഏകദേശം ഒരു 200 മീറ്റർ മാത്രം വിടുന്ന ഗ്യാപ്പുള്ള പ്രദേശത്ത് കൃത്യം 7 മണിക്ക്, രണ്ടാമത് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, അടിവരയിടുക, കൃത്യം 7 മണിക്ക് ഈദ്ഗാഹിൽ വെച്ച് ഈദ് നമസ്കാരം ആരംഭിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകലാണ് റസൂലുള്ളാഹിയുടെ സുന്നത്ത്. കാരണം ഇതുവരെ രാവിലെ നേരം എടുത്ത ഒന്നും കഴിച്ചിരുന്നില്ല, നോമ്പുകാരായിരുന്നു. താൻ നോമ്പുകാരനല്ല എന്ന് തനിക്ക് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വളരെ വിശാലമായ ഒരു ഭക്ഷണത്തിന് സഹോദരിമാർ ഒരിക്കലും ഒരുങ്ങാൻ പാടുള്ളതല്ല. ഭർത്താക്കന്മാര് കൽപ്പിച്ചാൽ അത് പാലിക്കേണ്ടതുമില്ല. നിങ്ങൾ ഈദ്ഗാഹിലേക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഒരു ഗ്ലാസ് ചായയോ, ഒരു ചെറിയൊരു പഴോ, 2 സ്ലൈസ് ബ്രെഡോ, ഒരു 5 6 ഈത്തപ്പഴോ, എന്തെങ്കിലും ഒന്ന്, ഞാനൊരു നോമ്പിലല്ല എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി ആയിരിക്കണം ഇറങ്ങിയ. സുഭിക്ഷമായ വിശാലമായ ഭക്ഷണത്തിന് വേണ്ടി ആ സമയം നിങ്ങൾ ഒരുക്കിയാൽ ഭക്ഷണം കഴിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈദ് ഖുത്ബയും ഈദിലുള്ള കൂടിച്ചേരലും നഷ്ടപ്പെടും എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതാണ്. ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോവുക, തിരിച്ചു മറ്റൊരു വഴിയിലൂടെ വരിക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെയൊക്കെ ജീവിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിനാണ് എന്നൊക്കെ പണ്ഡിതന്മാരെ ചർച്ച ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ആളുകളെ കാണാൻ, അവരോടെല്ലാം ആശംസകൾ നേരാൻ, അവരോടെല്ലാം സലാം പറയാൻ. സാധാരണ കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെ ഈ നാട്ടിലില്ലാത്ത ആളുകളൊക്കെ, പുതിയ ആളുകളൊക്കെ പെരുന്നാളൊക്കെ ആകുമ്പോൾ നാട്ടിൽ കാണാം. എല്ലാവരുമായുള്ള സൗഹൃദത്തെ പുതുക്കാനും ബന്ധങ്ങളെയൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകൻ അങ്ങനെ ചെയ്തിരുന്നത് എന്നൊക്കെ പണ്ഡിതന്മാർ ആ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. പ്രത്യേകമായി കുളിക്കുക, ഈദ്ഗാഹിനുള്ള നിയ്യത്തിന് വേണ്ടി, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി നിയ്യത്തോടുകൂടി കുളിക്കുകയും സുഗന്ധദ്രവ്യം പ്രത്യേകമായി ഉപയോഗിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട വിഷയമാണ്. ഈദ് മുസല്ലയിലേക്കുള്ള യാത്ര അത് തക്ബീറുകൾ മുഴക്കിക്കൊണ്ടായിരിക്കണം എന്ന് റസൂലുള്ളാഹ് കൽപ്പിച്ചതായും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പള്ളി ഈദ് നമസ്കാരത്തിന് അനുവദനീയമാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ മുൻഗണന നൽകിയിരുന്നത് ഈദ്ഗാഹുകൾക്കായിരുന്നു. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഒരേ ഒരു തവണ, ഒറ്റ തവണയാണ് പള്ളിയിൽ വെച്ച്, മസ്ജിദുൻ നബവിക്കകത്ത് വെച്ച് പെരുന്നാൾ നമസ്കാരം ഉണ്ടായത്. മഴ പെയ്ത കാരണം പുറത്ത് നമസ്കരിക്കുവാനുള്ള സൗകര്യം ഒത്തുവരാത്ത ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമേ റസൂലുള്ള പള്ളിയിൽ വെച്ച് ഈദ് നമസ്കാരം നിർവഹിച്ചിട്ടുള്ളൂ എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഖുത്ബ അത് ശ്രവിക്കുക എന്നുള്ളത് ഇസ്തിമാഉൽ ഖുത്ബ അത് സുന്നത്തിൽപ്പെട്ടതാ. സാധാരണ നമസ്കാരം ആദ്യം നടക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ എണീറ്റ് പോകുന്നവരും ചില ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയുന്നവരൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. അത് ആ നടപടി ശരിയല്ല. ഖുത്ബ കൂടി പൂർത്തിയാകുന്നതോടുകൂടി മാത്രമേ ഈദ് കൂടിച്ചേരൽ പിരിഞ്ഞു അവസാനിക്കുകയുള്ളൂ. ഖുത്ബ പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്നത് സുന്നത്തിൽപ്പെട്ട കാര്യമാകുന്നു. പരസ്പരമുള്ള സന്തോഷങ്ങൾ പങ്കുവെക്കപ്പെടേണ്ട ദിവസമാണ്. ആ
കാര്യങ്ങളിലെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലിക്കപ്പെടേണ്ട 10-20ഓളം വരുന്ന സുന്നത്തുകൾ, വ്യത്യസ്തങ്ങളായ ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സുന്നത്തുകളൊക്കെ നമുക്ക് പ്രയോഗവൽക്കരിക്കാനുള്ളതാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിച്ച കർമ്മങ്ങൾ സ്വീകരിക്കുകയും പെരുന്നാൾ ആഘോഷിക്കുവാനുള്ള തൗഫീഖിനെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവും. ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്: ഒന്ന്, ഫിത്ർ സക്കാത്തിന്റെ വിഷയം സംസാരിച്ചു. 2, ഈദ്ഗാഹിന്റെ സമയമാണ്. 3, നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് അവിടെ ഫണ്ടിന്റെ ചെറിയ ഷോർട്ടേജ് നിലനിൽക്കുന്നുണ്ട്. 100-ലധികം വരുന്ന ആളുകളെ, അങ്ങാടിയുള്ള ആളുകളെ നോമ്പ് തുറപ്പിക്കാനുള്ള സംവിധാനമാണ്. ഏറ്റവും അവസാനത്തെ സമയമാണ്. ആരെങ്കിലുമൊക്കെ അശ്രദ്ധമായി അതിൽ നിന്ന് വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുകയും അവിടുത്തെ ആ ഒരു ബാധ്യതയെ അവസാനിപ്പിക്കാനുള്ള പിന്തുണ വലിയ നേട്ടമാണ് നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരവസരം, നാളെയും മറ്റന്നാളും കഴിഞ്ഞാലുള്ളൊരവസരം ഇനി ഒരു പക്ഷേ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന ഒരു ബോധം നമ്മെ ഭരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ആ വിഷയങ്ങളിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം നമ്മുടെ പള്ളിയുടെ പണി വളരെ വേഗതയിൽ നമുക്കത് പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പണികളൊക്കെ നിർവഹിക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ, ആ റമദാനിൽ തന്നെ ഇനി കയ്യിൽ പണമില്ലാത്ത ആളുകൾ പൈസ വരാണ്ട്, ഫെബ്രുവരിയിലോ അടുത്ത 2 മാസം കഴിഞ്ഞ് ഏപ്രിലോ മെയ്യിലൊക്കെ പൈസ വരാണ്ടെങ്കിൽ ഒരു ഓഫർ നൽകിയാൽ, പിന്നീട് ആ പണം വരുന്ന സമയത്ത് നൽകിയാലും ഒരു നീയത്തിന്റെ പ്രതിഫലം, ഇനി അത് കൊടുക്കാൻ കഴിയാതെ മരിച്ചു പോയാലും നല്ല നീയത്തോട് നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നൽകിയിട്ടില്ലെങ്കിൽ അതും നൽകിയതായിക്കൊണ്ടുള്ള ഒരു പരിഗണന ഉണ്ടായിരിക്കും എന്ന ഒരു ബോധവും നമ്മിൽ ഉണ്ടാവേണ്ടതാണ്. സ്ത്രീ സഹോദരിമാരുടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടേതാണ് പള്ളി, അത് ഏറ്റവും ഭംഗിയായ നിലയിൽ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിച്ച സർവമാന കർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എന്തൊക്കെ പാപങ്ങൾ ജീവിതത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ കൗമാരത്തിലും ബാല്യത്തിലും യൗവനത്തിലൊക്കെ താന്തോന്നികളായൊക്കെ നടന്നിരുന്ന ആളുകളൊക്കെ പള്ളിയിൽ ഉണ്ടാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തെ ഒരു പോരായ്മകളുമില്ലാത്ത സർവമാന ന്യൂനതകളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതത്തെ നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് വിടവാങ്ങിപ്പോയ ധാരാളം ആളുകൾ, നമ്മുടെ വാപ്പമാരുണ്ട്, കൂട്ടത്തിൽ ഉമ്മമാരുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, നേതാക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മെയും അവന്റെ സ്വർഗ്ഗ ലോകത്ത് അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മരണാനന്തര ജീവിതത്തെ ബർസഖിനെ ഹിസാബിനെ അല്ലാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. സിറാത്തിലെ പ്രയാസകരമായ കടന്നുപോകൽ പൂർത്തിയായി നരകത്തിൽ നിന്ന് മോചിതരായി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൽ ഒരു മുക്കുമൂലകളിൽ നോമ്പെടുക്കാൻ കഴിയാതെ, ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ നേരിടുന്ന രോഗികളായി കിടപ്പിലായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഭൂമിക്ക് മുകളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ ആശ്വാസങ്ങളെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിനകത്തുനിന്നും പുറത്തുനിന്നും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ മുഴുവൻ ആളുകളുടെയും കുതന്ത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ادخل الجنة يا رب العالمين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساعة مستقرا ومقاما ربنا آمنا فاغفر لنا وقنا عذاب النار ربنا آمنا فاغفر لنا وقنا عذاب النار ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك الرحمة إنك أنت الوهاب وصلى الله على محمد وسلم والحمد لله رب العالمين.